ഒരു നല്ല സിവിൽ സർവന്റ് എങ്ങനെയാവണമെന്ന് IAS കാരിയായ അവർക്കറിയില്ലെങ്കിൽ അവരെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ദൈവമേ, എന്റെ മോൾക്ക് ഇത്രയും അറിവുണ്ടായിരുന്നു. ഞാൻ എന്റെ മകളെ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഒരു IAS കാരിക്ക് വേണ്ടത് പവർ മാത്രമല്ല, റെസ്പോൺസിബിലിറ്റിയാ. പ്രതാപം മാറിയ ഒഴിവിലേ അയാളങ്ങ് മിന്നി തിളങ്ങോ? മിന്നി തിളങ്ങട്ടെന്നേ. ഇനി എത്ര കാലത്തേക്കെന്നാ? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. അഴിമതിക്കാരെയും സ്വജനപക്ഷക്കാരെയും അക്രമകാരികളെയും ഒക്കെ ഞങ്ങൾ മാറ്റി. അങ്ങനെ ഒരു ജനസേവാ മുന്നണി ഈ തിരഞ്ഞെടുപ്പ് നേരിടുകയാണ്. അവന്റെ ഒരു ജനസേവന മുന്നണി. സർവ മേഖലകളിലും അഴിമതിയും കുടുംബവാഴ്ചയും നടത്തിയ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് തൂത്തെറിഞ്ഞു കഴിഞ്ഞു. പുതിയ പുതിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. 100-ലധികം സീറ്റുകൾ നേടി ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തില് ആർക്കും ഒരു സംശയവുമില്ല. ആദ്യം സൂര്യമംഗലം കുടുംബക്കാരുടെ തേർവാഴ്ച. മഹാദേവവർമ്മയുടെ അനുയായിയായി വന്ന പ്രതാപവർമ്മയുടെയും അയാളുടെ പെങ്ങളുടെയും അഴിമതിയിൽ കുളിച്ച കുടുംബവാഴ്ച. ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആ TV ഒന്ന് ഓഫ് ചെയ്യ്. ശല്യം. ഇത്തരം അപവാദങ്ങളും കുപ്രചരണങ്ങളും നടത്തുമ്പോൾ നമ്മൾ പരാജയപ്പെട്ട് മാറി നിൽക്കുന്നത് ശരിയല്ല സാറേ. സർ പ്ലീസ്, ഞാനില്ല, ഒന്നിനുമില്ല. ഇത്രയും കാലം പൊതുജനങ്ങൾക്ക് വേണ്ടി നന്മകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ മനസാക്ഷി ഞാൻ ചതിക്കില്ല. കറ പുരളാത്ത കൈകളാ എന്റേത്. കളങ്കമില്ലാത്ത മനസ്സുമായി ഞാനങ്ങ് പിന്മാറുക. ഇനി ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല. പ്രതാപവർമ്മ സാറിന്റെ മകളും മരുമകനും അല്ലേ ആ നിൽക്കുന്നത്? ഒത്തിരി നേരമായല്ലോ അവർ ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നത്. ആയിരിക്കും. വർമ്മ സാറിന്റെ മോളല്ലേ? അതെ. കളക്ടർ കാണാൻ വന്നതല്ലേ? ഏറെ നേരമായാലും വെയിറ്റ് ചെയ്യുന്നു. കയറി കണ്ടൂടെ? കളക്ടർക്ക് വലിയ തിരക്കാണത്രേ. വർമ്മ സാറിന്റെ മോളാണെന്ന് പറഞ്ഞാ പോരെ? മാഡം കാണാൻ അനുവാദം തരും. അങ്ങനെ കാണുന്നതിലൊക്കെ എന്താ അർത്ഥം? ഞാൻ പ്രതാപവർമ്മയുടെ മകളെന്ന പരിഗണന വെച്ച് എന്നെ കയറ്റിയേക്കാം. അപ്പൊ പിന്നെ സാധാരണക്കാരനായ ഒരാൾക്ക് കളക്ടറിനെ കാണണമെങ്കിലോ? ഒരു കളക്ടർ ഈ ജില്ലയിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാ. ഒരു ഓഫീസിൽ 2 തരം നീതി പാടില്ലല്ലോ. ഏതായാലും കളക്ടറെ കാണാൻ ഇറങ്ങി. ഇനി കണ്ടിട്ടേ പോവും. ഹലോ, പ്രതാപവർമ്മ സാറല്ലേ? അതെ. ആരാ സംസാരിക്കുന്നേ? സാറേ, മുട്ടുപുരയ്ക്കൽ ബേബിയാ സംസാരിക്കുന്നത്. ആ, എന്താ ബേബി? സാറിന്റെ മോളും മരുമോനും കൂടി രാവിലെ മുതൽ ഈ കളക്ടർ ഓഫീസിന്റെ മുന്നിൽ വന്ന് നിൽക്കുക. മാഡം കാണാൻ അനുവാദം കൊടുത്തിട്ടില്ല. പിന്നെ മോളൊരൽപ്പം കലിപ്പിലാണെന്ന് തോന്നുന്നു. ബേബി തൽക്കാലം ഫോൺ വെക്കുക. ഓ ശരി സാർ, ഓക്കെ. അവര് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ നമ്മള് വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? നമുക്ക് പോകരുതോ? അത് ശരിയല്ലല്ലോ. ഈ ജില്ലയിലെ പരമാധികാരിയല്ലേ കളക്ടർ. അവരെ കാണാനുള്ള അവകാശം നമുക്കും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കും ഉണ്ട്. കാണാൻ സമയമില്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നത് ശരിയല്ല. കാണാൻ വന്നതുകൊണ്ട് നമ്മൾ എന്തായാലും അവരെ കണ്ടിട്ടേ പോവും. ഋതു, അവർ ഡിസ്ട്രിക്ട് കളക്ടറാണ്. നമ്മൾ അവരോട് കയറി വെറുതെ വഴക്കിനൊന്നും പോകണ്ട. അതിന് നമ്മൾ വഴക്കിന് വന്നതാണെന്ന് രാജുവിനോട് ആരാ പറഞ്ഞത്? നമ്മൾ നീതി തേടി വന്നവരാ. ന്യായം നമ്മുടെ ഭാഗത്തായതുകൊണ്ട് നമുക്കത് കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി അങ്ങ് സുപ്രീം കോർട്ട് വരെ നമ്മൾ പോവും. ഋതു,
അവര് തിരക്കായതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം നാളത്തേക്ക് വെച്ചൂടെ? 10 മിനിറ്റ് നേരത്തെ അപ്പോയിന്റ്മെന്റ് നമുക്ക് തരാനില്ലെങ്കിൽ അവരൊരു ജില്ലാ കളക്ടർ അല്ല. ഒരു പ്രശ്നം ഒഴിവാക്കല്ലേ നല്ലത്. അതിന് ആര് പ്രശ്നം ഉണ്ടാക്കുന്നു? നമ്മളൊരു പ്രശ്നം ന്യായമായി പരിഹരിക്കാനാ കളക്ടർ തേടി വന്നത്. കളക്ടർക്ക് ബോധ്യമാകാത്ത കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഒരാൾ ഫോൺ ചെയ്ത് എന്നെ അറിയിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കളക്ടർ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് സൗകര്യമുള്ളപ്പോ വന്ന് കാണാം. അച്ഛൻ ബാല്യകാലം മുതല് സോഷ്യൽ വർക്കറും പിന്നെ MLAയും മന്ത്രിയൊക്കെ ആയിരുന്ന ആളല്ലേ. അച്ഛനോട് ഇതിന് ഞാൻ എങ്ങനെയാ മറുപടി പറയുന്നത്? കളക്ടർ അവരുടെ സൗകര്യത്തിന് മാത്രമല്ല സർവീസ് ചെയ്യേണ്ടത്, നമ്മുടെയും കൂടി സൗകര്യത്തിനായിരിക്കണം. പക്ഷേ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചിറങ്ങിയവര് ആദ്യം അറിയേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമാണ്. പിന്നെ പഠിക്കേണ്ടത് എത്തിക്സും വാല്യൂസും ആണ്. ഒരു നല്ല സിവിൽ സർവന്റ് എങ്ങനെയാവണമെന്ന് IAS കാരിയായ അവർക്കറിയില്ലെങ്കിൽ അവരെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ദൈവമേ, എന്റെ മോൾക്ക് ഇത്രയും അറിവുണ്ടായിരുന്നു. ഞാൻ എന്റെ മകളെ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഒരു IAS കാരിക്ക് വേണ്ടത് പവർ മാത്രമല്ല, റെസ്പോൺസിബിലിറ്റിയാ. ആരായാലും നിയമത്തിന് മുന്നിൽ ഒരുപോലെയാണ് അച്ഛ. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചാ നിൽക്കുന്നതല്ലേ? കാണണമെന്ന് വിചാരിച്ച കണ്ടിട്ട് പോകുന്നതല്ലേ അച്ഛ ഒരു നേരായ രീതി. എന്റെ അച്ഛൻ അങ്ങനെയല്ലേ. ഓൾ ദ ബെസ്റ്റ്. ശരി. പുലിയായിരുന്നു അല്ലേ? അതൊരു സിനിമയിലുള്ളതല്ലേ. മാഡം മാഡം മാഡം. എന്താ? ഞാൻ ഋതിക, എക്സ് മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ മകളാ. ഓ, നിങ്ങളുടെ അച്ഛൻ ഇവിടെ വന്നിരുന്നു. കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇതെന്റെ ഹസ്ബൻഡ് രാജു. ഞങ്ങൾക്ക് ചില സത്യങ്ങള് മാഡത്തെ ബോധ്യപ്പെടുത്താനുണ്ടായിരുന്നു. സത്യങ്ങളെല്ലാം എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പരാതിക്കാരിയിൽ നിന്ന് മാത്രമല്ല, മറ്റ് പലരിൽ നിന്നും. ശത്രുക്കള് പറയുന്നത് കേട്ട് മാഡം അത് വിശ്വസിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ ശത്രുക്കളാണ് അല്ലേ? എല്ലാരും അല്ല, പ്രബലന്മാരായ ചിലരുണ്ടാവുമല്ലോ. ശരിയാ, അഴിമതിക്കാരനായ ഒരു മന്ത്രിയായിരുന്നല്ലോ നിങ്ങളുടെ അച്ഛൻ. മാഡത്തിന്റെ പേരിനോടൊപ്പം ചേർത്തിരിക്കുന്ന ആ 3 അക്ഷരങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതുകൊണ്ട് ഇതിന് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. കണ്ടവരുടെ വീടും പറമ്പും ബലമായി തട്ടിയെടുത്തിട്ട് നിന്ന് ന്യായം പറയുന്നു. മാഡം, ഞങ്ങൾ ആരുടെ വീടും പറമ്പൊന്നും തട്ടിയെടുത്തിട്ടില്ല. അതെല്ലാം എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു.